സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ശനിയാഴ്ച ഒത്തിരി തിരക്കുള്ള ദിവസമാണ്. രാവിലെയും വൈകിട്ടും ഒക്കെ മീറ്റിംഗ് ഉള്ള ദിവസമാണ്. ഇന്ന് വീഡിയോകളൊന്നും ഇനി ചെയ്യേണ്ട എന്ന് ചിന്തിച്ച ദിവസമാണ്. എന്നാൽ ഛത്തീസ്ഗഡിൽ ജയിലിലായ കന്യാസ്ത്രീകളുടെ റിലീസ്, ജാമ്യം കിട്ടി അവർ പുറത്തു വരുന്ന കാഴ്ച കണ്ടു. വളരെയധികം സന്തോഷമുള്ള കാഴ്ചയാണ്. NIA കോടതിയിൽ നിന്ന് ഇന്ന് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടും, പുറത്തു വരും, വാർത്തകൾ ഒത്തിരി നമ്മുടെ ചുറ്റും കാണും. ഇനിയും ആസാദിയിലൊരു വാർത്ത അത് നമ്മൾ ചെയ്യുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇന്ന് അവർ പുറത്തു വരുന്ന കാഴ്ച കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ റെസിസ്റ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാതിരിക്കുവാൻ. എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച കാര്യം അവിടെ ആ കന്യാസ്ത്രീകൾ പുറത്തേക്ക് വരുമ്പോൾ സ്വീകരിക്കുവാൻ കുടുംബാംഗങ്ങളോടൊപ്പം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾ, അത് പക്ഷഭേദം കൂടാതെ പ്രതിപക്ഷവും ഭരണപക്ഷവും BJPയും ഒക്കെ കേരളത്തിലെ പ്രമുഖമാകുന്ന 3 മുന്നണികളുടെയും നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് സന്തോഷിച്ച് കന്യാസ്ത്രീകളെ സ്വീകരിച്ച് പുറത്തേക്ക് ആനയിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ശരിക്കും എൻ്റെ ഉള്ളം അങ്ങ് നിറഞ്ഞുപോയി. നമ്മൾ സാധാരണയായിട്ട് മലയാളികൾ ഇങ്ങനെ പറയാറില്ലേ, മലയാളിയാടാ. അപ്പോൾ എനിക്കും അങ്ങനെ ഒന്ന് പറയണമെന്നാണ് തോന്നിയത്. ഇത് കേൾക്കുമ്പോൾ ആളുകൾ പറയും, എൻ്റെ പാസ്റ്റർ ഇതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയില്ലേ ഇടതും വലതും BJPയും ഒക്കെ ഈ വിഷയത്തിൽ കന്യാസ്ത്രീകളെ രക്ഷിച്ചതിൻ്റെ ക്രെഡിറ്റ് എടുത്ത് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നത്, വോട്ട് ബാങ്ക് രാഷ്ട്രീയ പാസ്റ്റർ ഇതൊക്കെ ആളുകൾ പറയുമെന്ന് എനിക്കറിയാം. എന്തുമാകട്ടെ, ഇതൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നുള്ളത് എനിക്കറിയാം. എല്ലാ പാർട്ടികളും മുൻപിൽ മത്സരിച്ച് നിൽക്കുകയായിരുന്നു. കന്യാസ്ത്രീകളെ പുറത്തു കൊണ്ടുവരുന്നത് അവരുടെ വലിയ ദൗത്യമായിട്ട് ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. BJP ആ കാര്യത്തിൽ ഒത്തിരി ഉത്സാഹം കാണിച്ചു. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ കേരള പ്രസിഡന്റ്, അദ്ദേഹം ഡെലിഗേറ്റ്സിനെ അങ്ങോട്ട് അയച്ചു. അദ്ദേഹം തന്നെ ഇന്ന് ആ ജയിലിൻ്റെ മുമ്പിലെത്തി ആ കാഴ്ചയൊക്കെ കണ്ടപ്പോൾ എന്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമാകട്ടെ, കേരളത്തിൽ മലയാളികൾ കുറഞ്ഞപക്ഷം ഈ വിഷയത്തിലേലും ഒന്നിച്ചു നിന്നു, പരസ്പരം മധുരപലഹാരങ്ങൾ കൊടുക്കുന്ന കാഴ്ച കണ്ടു. ഇതൊക്കെ ഉള്ളം കുളിർപ്പിച്ചതുകൊണ്ട് മലയാളിയായതിൽ, കേരളത്തിൽ നിന്നുള്ളവനായതിൽ ഒരു തെല്ല അഭിമാനം തോന്നിയ നിമിഷമായതുകൊണ്ട് 2 വാക്ക് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം എന്ന് ചിന്തിച്ചു. എന്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയ ഭേദം കൂടാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് നൽകിയ സപ്പോർട്ട്, അതിന് ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ എല്ലാ പാർട്ടികളോടും, അതിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാർ, UDF നേതാക്കന്മാരുണ്ട്, BJPയുടെ നേതാക്കന്മാരുണ്ട്, ഇവരോടെല്ലാവരോടും ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ, ഒരു ക്രൈസ്തവ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നന്ദി പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇനിയും നോർത്ത് ഇന്ത്യയിലൊക്കെ അല്ല കേരളത്തിലും മറ്റ് പലയിടത്തും ഇങ്ങനെയുള്ള കള്ളക്കേസുകൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും പാസ്റ്റേഴ്സിനെതിരെയൊക്കെ ചർച്ചസിനെതിരെയൊക്കെ ഒത്തിരി കേസുകൾ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്ത് ഈ ദിവസങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. അനേകർ ഇപ്പോഴും ജയിലിൽ കിടപ്പുണ്ട്. ഇതേ ഐക്യത, ഇതേ സപ്പോർട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കാണിക്കുമെന്ന് വിശ്വസിക്കാം. അങ്ങനെ അഭ്യർത്ഥിക്കുവാൻ കൂടെ ഈ സമയം ഉപയോഗിക്കുകയാണ്. എനിക്ക് സന്തോഷം തോന്നിയ മറ്റൊരു കാര്യം, ബെയിൽ കിട്ടിയെന്ന വാർത്ത പുറത്തു വരുമ്പോൾ ആ ജയിലിൻ്റെ കോടതിയുടെ വെളിയിലൊക്കെ കണ്ട ചില കാഴ്ചകൾ, കണ്ണുനീരോടുകൂടെ നിൽക്കുന്ന സഹോദരന്മാർ, പരസ്പരം ആലിംഗനം ചെയ്യുന്ന രാഷ്ട്രീയക്കാരും സപ്പോർട്ടേഴ്സും ഒക്കെ. അപ്പോൾ ആ ആലിംഗനം ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ചില മുഖങ്ങൾ കണ്ടു. അത് ചില പാസ്റ്റേഴ്സിൻ്റെ മുഖങ്ങളായിരുന്നു. ഛത്തീസ്ഗഡിലെ തന്നെ ക്രിസ്ത്യൻ ഫോറത്തിൻ്റെയൊക്കെ, ക്രിസ്തീയ ഐക്യ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ നിൽക്കുന്ന ചില പാസ്റ്റേഴ്സ്, അവരുടെ മുഖങ്ങൾ ഞാൻ ഈ ഒരു സംഭവം ഉണ്ടായ ആ ദിവസം മുതൽ തന്നെ ആ കോടതിയുടെ പരിസരത്തും ആ ജയിലിൻ്റെ പരിസരത്തും ഇങ്ങനെ പത്രക്കാർ വീഡിയോ എടുക്കുമ്പോൾ ആ പാസ്റ്റേഴ്സിൻ്റെ മുഖങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. എനിക്ക് സന്തോഷം തോന്നി. ആ പാസ്റ്റേഴ്സൊക്കെ ഈ കന്യാസ്ത്രീകളുടെ വിടുതലിന് വേണ്ടി ആ ജയിലിൻ്റെ ആ ഒരു കോടതിയുടെയൊക്കെ പുറത്തുണ്ടല്ലോ എന്നൊരു സന്തോഷം തോന്നി. ഇന്ന് ആലിംഗനം ചെയ്ത് സന്തോഷിക്കുന്ന, ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിൽ പരസ്പരം ആലിംഗനം ചെയ്യുന്ന പാസ്റ്റർമാരെ ഞാൻ കണ്ടു. ഒത്തിരി സന്തോഷം തന്ന കാഴ്ചയാണ്. കാരണം ഇവിടെ കത്തോലിക്കൻ, പെന്തക്കോസ്തുകാരൻ എന്നുള്ള വ്യത്യാസം ഒന്നുമില്ലാതെ അവരെല്ലാവരും ഒരേ കോസിനു വേണ്ടി ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച എത്ര മനോഹരമായ കാഴ്ചയാണ്. ഛത്തീസ്ഗഡിൽ ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുമ്പോൾ ആ 3 പെൺകുട്ടികൾ, അതായത് കന്യാസ്ത്രീകൾ ജോലിക്ക് വേണ്ടി കൊണ്ടുപോകുവാൻ വിളിച്ചിരുന്ന ആ 3 പെൺകുട്ടികൾ,
അവര് കത്തോലിക്ക സഭക്കാരാകണമെന്നൊന്നുമില്ല. അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നാരായൺപൂരിലുള്ള ഒരു ചർച്ചിൽ പോയാണ് കമലേശ്വരി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ കുടുംബം യേശുവിനെ രക്ഷകനായിട്ടൊക്കെ സ്വീകരിച്ചത്. അവരേതെങ്കിലും പ്രൊട്ടസ്റ്റന്റ് ചർച്ചിലാകാം, ബോണഗേൻ ചർച്ചുകളിലാകാം, പെന്റിക്കോസ്റ്റൽ ചർച്ചിലാകാം, കത്തോലിക്ക സഭയിലുമാകാം. ഛത്തീസ്ഗഡിലും ഒറീസയിലും ഒക്കെ പല പ്രാവശ്യം സന്ദർശിച്ച അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, അവിടെ ഈ ലോക്കൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കത്തോലിക്കൻ, പെന്തക്കോസ്തുകാരൻ, മർത്തോമക്കാരൻ ഇങ്ങനെയുള്ള വ്യത്യാസം ഒന്നുമില്ല. അവരെല്ലാവരും ഒന്നിച്ച് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അത് പെന്തക്കോസ്തുകാരനാണെന്ന് പറഞ്ഞ് കത്തോലിക്കൻ മാറി നിൽക്കുകയും അത് കത്തോലിക്കനാണെന്ന് പറഞ്ഞ് പെന്തക്കോസ്തുകാരൻ മാറി നിൽക്കുകയും ചെയ്യുന്ന രീതിയൊന്നും അവിടെ ഇല്ല. കാരണം അവരെല്ലാം പീഡിപ്പിക്കപ്പെടുന്ന ജനതയാണ്. ഒരുപോലെ പീഡിപ്പിക്കപ്പെടുന്ന ജനതയുടെ ഇടയിൽ ഉടലെടുക്കുന്ന ഒരു ഇഴയെടുപ്പം അവിടെയുള്ള വിശ്വാസികൾക്കിടയിൽ നമുക്ക് കാണുവാൻ പറ്റും. ഞാൻ ഒറീസയിൽ ഒരു മീറ്റിങ്ങിന് പോയത് ഓർക്കുന്നുണ്ട്. ആ ഒറീസയിൽ മീറ്റിംഗ് നടന്നത് പെന്തക്കോസ്ത് ചർച്ച്. ആ പെന്തക്കോസ്ത് ചർച്ചിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ഒരു ശിലാഫലകമുണ്ടായിരുന്നു. ആ ബിൽഡിങ്ങിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ബിൽഡിംഗ്, ആ ചർച്ച് ഉണ്ടാക്കാൻ പണം കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ ഒരു മാർത്തോമ സഭ. മാത്രമല്ല, അന്നത്തെ കൺവെൻഷന് എന്നോടുകൂടെ വേദിയിലിരുന്നത് അതേ ഗ്രാമത്തിലെ CSI പള്ളിയിൽ ശുശ്രൂഷിക്കുന്ന മലയാളിയായ CSIയിലെ അച്ഛൻ. ഇങ്ങനെയുള്ള കാഴ്ചകൾ CSIക്കാരും മാർത്താമക്കാരും ഒന്നിച്ച് ഒരു പെന്തക്കോസ്ത് സഭയ്ക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്ത് ആ സഭ പണിയുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഈ ഒറീസയിലും ഛത്തീസ്ഗഡിലും ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ പല സന്തോഷ കാഴ്ചകളുടെ കൂട്ടത്തിൽ ആ പാസ്റ്റർമാർ 2 കന്യാസ്ത്രീകൾക്ക് മോചനം ലഭിച്ചതിൽ, അല്ലെങ്കിൽ ബെയില് കിട്ടിയതിൽ സന്തോഷിച്ച് ആലിംഗനം ചെയ്യുന്ന കാഴ്ച എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി. നല്ല കാഴ്ചകൾ, ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ. ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുകയാണ്, ഈ ടണലിൻ്റെ അപ്പുറം ഒരു നേരിയ വെളിച്ചം ഞാൻ കാണുന്നുണ്ട്. കേരളത്തെ പോലെയുള്ള പ്രബുദ്ധതയുള്ള, സാംസ്കാരികമാകുന്ന ഉന്നത നിലവാരമുള്ള, ബൗദ്ധികമായി ഉന്നത നിലവാരമുള്ള കേരളത്തിലെ രാഷ്ട്രീയക്കാരൊക്കെ ഉള്ളിടത്തോളം, അത് ഇടതോ വലതോ BJP ഒക്കെ ആകാം, ഇന്ത്യക്ക് നാളെയും ഒരു പ്രതീക്ഷയുണ്ട്. ഈ ടണലിനപ്പുറം ഒരു വെളിച്ചമുണ്ടെന്ന് എൻ്റെ വിശ്വാസത്തിന് ആക്കം കൂടിയിരിക്കുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.